ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആലം തളം ഗൈസ്. ഇന്ന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് 2-3 ദിവസമൊക്കെ മുൻപ് നമ്മുടെ പള്ളിപ്പുറം ഗ്രൗണ്ടിലേക്ക് ഒരു ആന വന്നിട്ടുണ്ടായിരുന്നു. കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും ഇന്ന സംഭവം. ഓക്കെ, നല്ല വികൃതിക്കുട്ടനായ ഒരു ആന കാലിനെന്തോ ഉളുക്കിയിട്ടോ അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് വന്നതാണ് കേട്ടോ, കുറുമ്പനാന. അപ്പോൾ അതിന് കഴിക്കാനുള്ള ഭക്ഷണം ആനയുടെ പട്ട നമ്മുടെ വീട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് എടുക്കാനായിട്ടാണ് വന്നത് കേട്ടോ. അതേ പാപ്പന്മാർ വന്ന് അതൊക്കെ നോക്കി മുറിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി എന്താ പറയുക, ആന വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ആ നല്ല സുന്ദരമായ ഒരു കാഴ്ച നമുക്ക് കാണാം. വീണു, നമ്മുടെ പട്ട മൊത്തമായിട്ട് വീണു കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടി തോന്നുന്നു അവിടെ നിന്നൊക്കെ ഇങ്ങനെ വലിച്ച് ഇതാക്കി എടുക്കാനായിട്ട്. പാവം ഭയങ്കര പണിയാണ് കേട്ടോ. ഈ ആനപ്പാപ്പാന്മാർക്ക് സമ്മതിക്കണം അവരൊക്കെ. അപ്പോൾ അവർ ഇനി ഇതെന്ത് ചെയ്യുന്നറിയാൻ നിൽക്കുമ്പോഴാണ് അതാ വരുന്നു നമ്മുടെ ആന. യെസ്. അപ്പം ആനയ്ക്ക് പിന്നെ ഇറങ്ങാനാണല്ലോ കുറച്ച് ബുദ്ധിമുട്ട് അല്ലേ. കയറ്റം അവർ വേഗം കയറിപ്പോവും, ഇറങ്ങാനാണ് ബുദ്ധിമുട്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞങ്ങളൊന്ന് പേടിച്ചു കേസ് ആനയെ കണ്ടപ്പോൾ. നല്ല വികൃതി ആനയെന്ന് വിചാരിച്ചു. പിന്നെ മനസ്സിലായത് പാപ്പന് വയ്യാനിട്ടാണ് അവിടെ വന്ന് നിൽക്കണമെന്ന് മനസ്സിലായത്. ഓക്കെ, പിന്നെ ആനയുടെ നമ്മൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ കയറുന്ന സമയത്ത് നല്ല യൂക്കാലിൻ്റെ ഒക്കെ മണം ഉണ്ടാവും കേട്ടോ. എന്താ പറയുക, നമുക്ക് പാവം തോന്നും. പിന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലൊക്കെ അവിടേക്ക് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരും. വെള്ളം കുടിക്കുന്നതിൻ്റെ ഇടയിൽ വികൃതി നല്ല കുളിയാവും കേട്ടോ. എൻ്റെ കയ്യിൽ വെള്ളം പിടിച്ചിട്ട് കൂടെ ഇങ്ങനെ വയ്ക്കും. ഞങ്ങളൊരു ദിവസം നിന്ന് കണ്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ആന കേട്ടോ. അപ്പോൾ അതേ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ആനക്കുട്ടൻ എടുക്കാനായിട്ട്. നമ്മുടെ ഇറക്കം ഒരു 1.5 ഇറക്കാവുകൊണ്ട് പറയണ്ടല്ലോ. തുമ്പിക്കൈയൊക്കെ ആട്ടി ചെവിയൊക്കെ ഇളക്കി വരുന്നുണ്ട്. അതെ, അതിൻ്റെ ഇടയിൽ സെൽഫി പോസാണ്. ഞാൻ റെഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആനയെ കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ. ആന പിന്നെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഒരു കൗതുകമുള്ള കാര്യം തന്നെയാണല്ലേ. ഇതുണ്ടല്ലേ, ആനയെ കാണാനായിട്ട് എല്ലാവരും പാടെ അവിടെ നിൽക്കാം കേട്ടോ. അതെ, ആനയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പാപ്പന്മാരെ, അങ്ങനെ ചെയ്യാൻ. യെസ്. അപ്പോൾ അതാ ആന എടുക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഇതാ എടുക്കാൻ തുടങ്ങാണേ. കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് കേട്ടോ. എങ്ങനെയൊക്കെ അത് എന്തൊക്കെ ചെയ്യാന്നൊക്കെ. ഞങ്ങളിങ്ങനെ ദൂരേക്ക് മാറി നിന്നിട്ടാണ് കേട്ടോ അതൊക്കെ കാണുന്നത് കാഴ്ച. പാപ്പന്മാരും നല്ല വർത്താനമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം പിന്നിതാ അതിന് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ കുക്കുവിന് ഇതേ കിട്ടി ബലൂണും വെള്ളം. അവന് പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനൊരു രക്ഷയില്ല കേസ്. അപ്പോൾ അതേ കണ്ടില്ലേ, ആ ബലൂണിൽ വെള്ളമാക്കിയിട്ട് അതിൽ ഓട്ടാക്കിയിട്ട് അവൻ്റേതായ എന്തൊക്കെയാണ് വികൃതിയോടെ കാണിക്കാൻ കേട്ടോ. നല്ല വികൃതി ചെക്കനാണ് കുക്കൂസ്. ഏട്ടനെയും കൂടെ തുള്ളിച്ചാട്ടാണ്. എൻ്റെ വീട്ടിൽ ആന വന്നു എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ട് ഗംഭീര തുള്ളിച്ചാട്ടാണ് കേസ്. അപ്പം അങ്ങനെതാ ഇപ്പോഴും ഒരു ഐഡിയ കിട്ടാതെ അവരിങ്ങനെ ഇരിക്കാം കേട്ടോ. അങ്ങനെതാ അവർ കയറി കുറച്ച് അങ്ങോട്ട് കയറി. അങ്ങനെ ഗൈസ്
കുക്കും ചാച്ചും ഓടിക്കളിയോട് ഓടിക്കളിയാണ്. അവൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ തന്നെയാണല്ലേ ആനയെ കാണുമ്പോഴുള്ളൊരു സന്തോഷം. അപ്പം അങ്ങനെ ഗൈസ് ആന ഇതൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് കയറിയിട്ടോ. അങ്ങനെ റോഡിലേക്ക് അതേ ഇങ്ങനെ പോവാണ്. പാവട്ടോ കുറച്ച് ബുദ്ധിമുട്ടിയത് കയറി പോയിപ്പോട്ടോ. അങ്ങനെ ഇതാ ആ റോഡെത്തി. ഇനി നടക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും, കുഴപ്പമില്ല. ഞാൻ ഏകദേശം കുറച്ച് മുന്നേ തുടങ്ങിയതാണ്. കുറച്ച് ഒഴുകി ഇരുട്ടായി തുടങ്ങി. അങ്ങനെ ആനയെ കാണാനുള്ള ആൾക്കാരും കാഴ്ചകളാണത്. ആന തിരിഞ്ഞപ്പോൾ അതേ പേടിച്ചോടിയെന്ന് പറഞ്ഞിട്ട് അതേ പോണു ഞങ്ങൾ. അതിന് അതിൻ്റെ പട്ടയ്ക്കാണ് പോകുന്നത്. ഈ ചൂടുകാലത്ത് അവർ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് ദേഷ്യം വരും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ബൈ.